LDF സർക്കാർ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. പ്രകടന പത്രികയിൽ LDF പ്രഖ്യാപിച്ച 600 ദിന പരിപാടികളിൽ 570 എണ്ണം പൂർത്തിയാക്കാനായി. ബാക്കിയുള്ളത് വേഗത്തിൽ തന്നെ പൂർത്തിയാക്കാനുള്ള നടപടികളും സ്വീകരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഏത് അളവുകോൽ പ്രകാരവും അഭിമാനകരമായ നേട്ടമാണ് ഇക്കാര്യത്തിൽ നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. പ്രകടന പത്രികയിൽ ഉൾപ്പെടാത്ത നൂറുകണക്കിന് പദ്ധതികളും പരിപാടികളും ഈ കാലയളവിൽ സർക്കാർ നടപ്പാക്കിയിട്ടുണ്ട്. സർക്കാരിൻ്റെ ഈ ഇടപെടൽ ജനങ്ങൾക്ക് കൃത്യമായി പരിശോധിക്കാനും വിലയിരുത്താനും കഴിയണം എന്ന നിർബന്ധം കൊണ്ടാണ് ഓരോ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. പ്രഖ്യാപിച്ചതിൽ വളരെ ചുരുക്കം പദ്ധതികൾ മാത്രമാണ് പൂർത്തിയാക്കാൻ കഴിയാതിരുന്നിട്ടുള്ളത്. അതിൻ്റെ കാരണവും ജനങ്ങളോട് വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രകടന പത്രിക മിക്കവാറും പൂർത്തിയാക്കിയ ശേഷമാണ് സർക്കാർ ഓണക്കാലത്ത് 100 ദിന പരിപാടി പ്രഖ്യാപിച്ചത്. 100 ദിന പരിപാടി അനന്യമായ ക്ഷേമ വികസന മുന്നേറ്റങ്ങളാണ് സൃഷ്ടിച്ചത്. വിവിധ വിഭാഗം ജനങ്ങൾക്ക് സമാശ്വാസം നൽകുന്നതിനും തൊഴിലും വരുമാനവും വർദ്ധിപ്പിക്കുന്നതിനും പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നതിനും വലിയ അളവിൽ കഴിഞ്ഞു. അതിൽ നമുക്കുണ്ടായ നേട്ടം സംസ്ഥാന സമ്പദ്ഘടനയുടെ വീണ്ടെടുപ്പിൽ പ്രതിഫലിക്കുന്നുണ്ട്. സംസ്ഥാനത്തിൻ്റെ വരുമാന വളർച്ചയിലുണ്ടാകുന്ന ഇടിവ് ദേശീയ ശരാശരിയേക്കാൾ താഴ്ന്നതായിരിക്കുമെന്നാണ് പ്രാഥമിക വിലയിരുത്തലുകൾ. ഇത് സർക്കാരിൻ്റെ ക്രിയാത്മകമായ ഇടപെടൽ കാരണമാണ് സാധ്യമാകുന്നത്. ഈ പ്രവണതയെ ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം ഒരു കുതിച്ചുകയറ്റം കൂടി ലക്ഷ്യമിട്ടാണ് രണ്ടാം 100 ദിന പരിപാടിയിലേക്ക് നാം കടക്കുന്നത്. ഡിസംബർ 9-നാണ് ഒന്നാം 100 ദിന പരിപാടി അവസാനിച്ചത്. അപ്പോൾ രണ്ടാം ഘട്ട 100 ദിന പരിപാടി ഡിസംബർ 9 തന്നെ ആരംഭിക്കുകയാണ്. പക്ഷേ എല്ലാവർക്കും അറിയാവുന്നതുപോലെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സമയമായിരുന്നു അത്. അതുകൊണ്ടാണ് ആ പെരുമാറ്റച്ചട്ടം കഴിഞ്ഞതിന് ശേഷം ഇത് പ്രഖ്യാപിക്കാമെന്ന് വെച്ചത്. ഇതിൻ്റെ ഭാഗമായി 10,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുകയോ തുടക്കം കുറിക്കുകയോ ചെയ്യും. അതോടൊപ്പം 5,700 കോടി രൂപയുടെ 5,526 പദ്ധതികൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യും. 4,300 കോടി രൂപയുടെ 646 പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. കോവിഡ് മഹാമാരി നമ്മുടെ സമ്പദ്ഘടനയെ തളർത്തിയിട്ടുണ്ട്. ഇത് സൃഷ്ടിച്ച മാന്ദ്യത്തിൽ നിന്ന്
പുറത്തു കടക്കുന്നതിനുള്ള സമയബന്ധിതമായ കർമ്മപരിപാടി എന്ന നിലയിലാണ് ഈ പരിപാടി വിഭാവനം ചെയ്തിട്ടുള്ളത്. ലോക്ക്ഡൗണും കോവിഡ് നിയന്ത്രണങ്ങളും സാധാരണഗതിയിലുള്ള സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ട്. കോവിഡിൻ്റെ വിപത്തിൽ നിന്ന് നാം വിമുക്തരായിട്ടില്ല. ഈ ഘട്ടത്തിൽ സമ്പദ്ഘടനയിലെ മരവിപ്പില്ലാതാക്കുന്നതിന് ഇടപെടുക എന്നതാണ് പ്രധാനം. ഒന്നും ചെയ്യാതെ മാറി നിന്നാൽ ജനജീവിതം ദുഷ്കരമായി തീരും. നിരവധി പരിമിതികൾ നിലവിലുണ്ട്. പക്ഷേ സാഹചര്യത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ടുള്ള ചിട്ടയായ പ്രവർത്തനമാണ് ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നത്. ഒന്നാം ഘട്ട 100 ദിന പരിപാടിയുടെ പ്രോഗ്രസ് റിപ്പോർട്ട്, രണ്ടാം ഘട്ട 100 ദിന പരിപാടി ഒന്നാമത്തേതിൻ്റെ തുടർച്ചയാണ് എന്ന് നാം കാണണം. ഈ ഒന്നാം ഘട്ട 100 ദിന പരിപാടിയുടെ വിലയിരുത്തൽ ഇതോടൊപ്പം നടത്തേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ അനുഭവങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് രണ്ടാം ഘട്ട പരിപാടിയെ കൂടുതൽ ക്രിയാത്മകമാക്കാനുള്ള ഇടപെടൽ സർക്കാർ നടത്തും. ഇപ്പോൾ ഒന്നാം 100 ദിന പരിപാടിയിൽ 122 പ്രോജക്റ്റുകളാണ് പൂർത്തീകരിച്ചത്. ആദ്യം പ്രഖ്യാപിക്കാത്ത പദ്ധതികളും ഈ 100 ദിന പരിപാടിയിൽ പിന്നീട് വിവിധ വകുപ്പുകൾ ഉൾപ്പെടുത്തുകയുണ്ടായി. സെപ്റ്റംബർ 2020 മുതൽ ഡിസംബർ 9 വരെയാണ് ഒന്നാം ഘട്ട 100 ദിന പരിപാടി നടപ്പാക്കിയത്. കാർഷിക മേഖല ശക്തിപ്പെടുത്തുന്നതിനുള്ള സവിശേഷ തീരുമാനങ്ങൾ ഈ പരിപാടിയുടെ ഭാഗമായി ഉണ്ടായി. പച്ചക്കറിയുടെ തറവില പ്രഖ്യാപനം, നെൽവയലുകൾക്ക് റോയൽറ്റി നടപ്പാക്കൽ, ഇവയെല്ലാം അവയിൽ ഉൾപ്പെടുന്നതാണ്. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലിന് പ്രാദേശിക തലത്തിൽ സംഭരണ സംവിധാനം നമ്മുടെ സംസ്ഥാനത്ത് നിലവിലുണ്ട്. കാർഷികോൽപ്പന്നങ്ങളുടെ ന്യായവിലക്ക് വേണ്ടിയും വിപണിക്ക് വേണ്ടിയും ദേശവ്യാപകമായി കർഷകർ സമരം ചെയ്യുന്ന ഘട്ടമാണിത്. ആ സന്ദർഭത്തിൽ നമ്മുടെ സംസ്ഥാനം നടപ്പാക്കിയ പ്രത്യേക പരിപാടികൾ, പ്രത്യേകിച്ച് കാർഷിക രംഗത്തെ പരിപാടികൾ, അത് ശ്രദ്ധേയമായി തന്നെ ഉയർന്നു നിൽക്കുകയാണ്. മഹാമാരി നാടും ജീവിതവും സ്തംഭിപ്പിച്ചപ്പോൾ ഒരാളും കേരളത്തിൽ പട്ടിണി കിടക്കാൻ പാടില്ല എന്ന സർക്കാർ നയത്തിൻ്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് നാം നടപ്പാക്കിയത്. ആദ്യഘട്ടത്തിലുള്ള കമ്മ്യൂണിറ്റി കിച്ചൺ, അതിൻ്റെ തുടർച്ചയായി നടപ്പാക്കിയ മറ്റ് പരിപാടികൾ, ഒടുവിൽ ഭക്ഷ്യറേഷനുമായി ബന്ധപ്പെട്ടുണ്ടായ നടപടികൾ, സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം, ഇതൊക്കെ വലിയ തോതിൽ നാട് സ്വീകരിച്ച കാര്യങ്ങളാണ്. 100 ദിന പരിപാടിയുടെ ഭാഗമായി
പ്രഖ്യാപിച്ചിരുന്നത് 50,000 തൊഴിലവസരങ്ങൾ ഈ ഘട്ടത്തിൽ സൃഷ്ടിക്കുമെന്നായിരുന്നു. അന്ന് ആ പ്രഖ്യാപനം സംശയത്തോടെ കേട്ടവരുണ്ട്. പക്ഷേ പൂർത്തിയായപ്പോൾ ലക്ഷ്യത്തിൻ്റെ ഇരട്ടിയിലധികം തൊഴിലവസരങ്ങളാണ് നമുക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞത്. 1,16,440 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. യുവജനങ്ങളുടെ നേതൃത്വ പരിശീലനം, അതിനായി വിവിധ വിഷയങ്ങളിൽ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ പ്രശസ്ത വ്യക്തികൾ മുഖേന ലഭ്യമാക്കാൻ കഴിഞ്ഞു. കേരള യൂത്ത് ലീഡർഷിപ്പ് അക്കാദമി പ്രവർത്തനം ആരംഭിച്ചു. അതോടൊപ്പം തന്നെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായുള്ള പൊതുവിദ്യാലയങ്ങൾ ശാക്തീകരിക്കൽ, 5 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച നവീകരിച്ച 34 സ്കൂൾ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം, ഹൈടെക് സ്കൂളുകളുടെ പദ്ധതി പൂർത്തീകരണത്തിൻ്റെ പ്രഖ്യാപനം, കിഫ്ബി, നബാർഡ്, പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് പൂർത്തീകരിച്ച മികവിൻ്റെ കേന്ദ്രങ്ങളായ 50 സ്കൂൾ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം, ഇവയെല്ലാം ഈ ഘട്ടത്തിൽ നിർവഹിക്കുകയുണ്ടായി. ആരോഗ്യരംഗത്ത് 18 ജില്ലാ, ജനറൽ, താലൂക്ക് ആശുപത്രികളുടെ പുതിയ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനമാണ് നിർവഹിച്ചത്. നമ്മുടെ സംസ്ഥാനത്തെ ആദ്യത്തെ ഓപ്പൺ സർവകലാശാല ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല യാഥാർത്ഥ്യമായി. യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ, പ്രോ വൈസ് ചാൻസലർ, രജിസ്ട്രാർ, ഈ പദവികളിലെല്ലാം നിയമനം നടന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ തിരുവനന്തപുരത്തെ പ്രതിമാ അനാച്ഛാദനം, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഏകജാലക സംവിധാനം ഉദ്ഘാടനം, ലൈഫ് പദ്ധതിയുടെ ഭാഗമായി നേരത്തെ പൂർത്തീകരിച്ച 2 ലക്ഷം ഭവനങ്ങൾക്ക് പുറമെ 50,000 ഭവനങ്ങളുടെ പൂർത്തീകരണം, 589 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സമ്പൂർണ്ണ ഖരമാലിന്യ സംസ്കരണ പദവി പ്രഖ്യാപനം, 150 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇന്റഗ്രേറ്റഡ് ലോക്കൽ ഗവേണൻസ് മാനേജ്മെന്റ് സിസ്റ്റം നടപ്പാക്കൽ, പ്രവാസികളുടെ സമഗ്ര പുനരധിവാസം, സ്കിൽ ഡെപ്പോസിറ്ററി ഉദ്ഘാടനം, 2ാം കുട്ടനാട് പാക്കേജിന്റെ പ്രഖ്യാപനം, തോട്ടപ്പള്ളിയിലെ അടിഞ്ഞുകൂടിയ മണൽ നീക്കം ചെയ്ത് വെള്ളത്തിൻ്റെ ഒഴുക്ക് സുഗമമാക്കൽ. ഈ പദ്ധതി നമ്മൾ ഓർക്കേണ്ടതാണ് പ്രത്യേകമായിട്ട്. അത് കുട്ടനാടിനെ രക്ഷിക്കാനുള്ള പദ്ധതിയാണ്. എല്ലാ വർഷവും വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതാണ്. പക്ഷേ വലിയ എതിർപ്പ് ചിലർ അതിനെതിരെ ഉയർത്തുകയുണ്ടായി. ആ എതിർപ്പ് അംഗീകരിച്ച് ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിരുന്നില്ല എങ്കിൽ
കുട്ടനാട് ഇത്തവണയും വലിയ വെള്ളപ്പൊക്കം നേരിടേണ്ടി വരുമായിരുന്നു. എന്നാൽ ആ എതിർപ്പ് വകവെക്കാതെ തന്നെ ആ പദ്ധതി പൂർത്തീകരിച്ചതുകൊണ്ട് ഇത്തവണ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായതുപോലുള്ള വെള്ളപ്പൊക്കക്കെടുതി കുട്ടനാടിന് അനുഭവിക്കേണ്ടി വന്നില്ല. ഇവിടെ കുട്ടനാട്ടിൽ 3 ഇലക്ട്രിസിറ്റി സബ്സ്റ്റേഷനുകൾക്ക് തുടക്കം കുറിക്കൽ, അതോടൊപ്പം അവിടുത്തെ അരി പ്രത്യേകമായി ബ്രാൻഡ് ചെയ്ത് കുട്ടനാട് ബ്രാൻഡ് അരി ആലപ്പുഴയിൽ ആരംഭിക്കാൻ ഭരണാനുമതി നൽകിയത്. ആലപ്പുഴ ചങ്ങനാശ്ശേരി സെമി എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണ ഉദ്ഘാടനം കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ SPV ആയിട്ടുള്ള വയനാട് തുരങ്കപ്പാത കിഫ്ബി പ്രോജക്റ്റ് ലോഞ്ചിങ്, ഇത്തരത്തിലുള്ള ഒട്ടേറെ പരിപാടികൾ, 200 കോടിയുടെ തീര സംരക്ഷണ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം, ജലജീവൻ മിഷൻ സംസ്ഥാനതല പദ്ധതി ഉദ്ഘാടനം, കൊച്ചി മെട്രോ റെയിലിന്റെ തൈക്കുടം മുതൽ പേട്ട വരെ പൂർത്തിയായ പാതയുടെ ഉദ്ഘാടനം, ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി പൂർത്തീകരണം. ഗെയിൽ പൈപ്പ് ലൈനിന്റെ കാര്യത്തിൽ ഇന്നലെ ഒരു കാര്യമുണ്ടായി. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വിളിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് കൊച്ചി മംഗലാപുരം ഗെയിൽ പൈപ്പ് ലൈനിന്റെ ഉദ്ഘാടനം വെർച്വലായി വരുന്ന 5-ാം തീയതി നടത്താമെന്ന് പ്രധാനമന്ത്രി സമ്മതിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കില്ല എന്ന് കരുതിയിരുന്ന ഒരു പദ്ധതി പൂർത്തിയാകുന്നതും അത് പ്രധാനമന്ത്രി തന്നെ വന്ന് ഉദ്ഘാടനം നിർവഹിക്കുന്നതും സന്തോഷകരമായ കാര്യമാണ്. കോവിഡ് പ്രതിസന്ധിയും തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും കാരണം സാധാരണഗതിയിൽ പദ്ധതികളാകെ നിലച്ചു പോകാനിടയുണ്ട്. എന്നാൽ അത്തരം തടസ്സങ്ങളൊന്നും ഇവിടെ 100 ദിന പരിപാടിയുടെ വിജയത്തെ ബാധിച്ചില്ല. സർക്കാർ സംവിധാനങ്ങളാകെ അതിനായി പ്രവർത്തിച്ചു. അതിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച ലക്ഷ്യമിട്ടതിനേക്കാളും കൂടുതൽ വിജയത്തിലേക്ക് എത്തിച്ച എല്ലാവരെയും ഹാർദമായി അഭിനന്ദിക്കട്ടെ. 1-ാം ഘട്ട പരിപാടിയുടെ അനുഭവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടും വിവിധ മേഖലകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു 2-ാം ഘട്ട 100 ദിന പരിപാടിയാണ് മുന്നോട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. 2-ാം ഘട്ടത്തിൽ 50,000 പേർക്ക് തൊഴിൽ നൽകാനാണ് ലക്ഷ്യം വെക്കുന്നത്. കുടുംബശ്രീ സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്റർപ്രണർഷിപ്പ് പ്രോഗ്രാമിൽ 15,000 സംരംഭങ്ങൾക്ക് തുടക്കമാകും. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലുള്ള കേരള ചിക്കൻ ഔട്ട്ലെറ്റുകൾ
പുതിയ ജനകീയ ഹോട്ടലുകൾ, കയർ ആൻഡ് ക്രാഫ്റ്റ് സ്റ്റോറുകൾ, ഹോം ഷോപ്പുകൾ, ഇവിടങ്ങളിൽ 2500 പേർക്കാണ് തൊഴിൽ നൽകുക. കേരള ബാങ്ക്, പ്രാഥമിക സഹകരണ ബാങ്കുകൾ ഇവയിലൂടെ നൽകുന്ന വായ്പകളിലൂടെ 10,000 പേർക്ക് തൊഴിൽ നൽകും. ആകെ 500,000 പേർക്ക് തൊഴിൽ നൽകുന്നതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് പ്രത്യേകം അറിയിക്കും. 2021 ജനുവരി 1 മുതൽ നാടിന് നവവത്സര സമ്മാനമായി ക്ഷേമ പെൻഷനുകൾ 100 രൂപ വീതം വർദ്ധിപ്പിച്ച് 1500 രൂപയായി ഉയർത്തും. 600 രൂപയുണ്ടായിരുന്ന പെൻഷൻ 1500 മാറുന്നു. 847 കുടുംബശ്രീ ഭക്ഷണശാലകൾ ആരംഭിച്ചു. 153 കൂടി അടുത്ത ഘട്ടത്തിൽ ആരംഭിക്കും. കൊറോണ കാലമായിട്ടും ഉത്സവ കാലഘട്ടങ്ങളിൽ വില ഉയർന്നുവെന്ന പരാതി ഉണ്ടായിട്ടില്ല. കേരളീയന്റെ പ്രധാന ആഹാര സാധനമായ അരിയുടെ വില കുറയുകയാണുണ്ടായത്. എല്ലാ സാമ്പത്തിക പരാധീനതകൾക്കിടയിലും റേഷൻ കാർഡ് ഉടമകൾക്കുള്ള കിറ്റ് വിതരണം തുടരാൻ തീരുമാനിക്കുകയാണ്. സൗജന്യ പലവ്യഞ്ജന കിറ്റുകൾ അടുത്ത 4 മാസവും കൂടി എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും റേഷൻ കടകൾ വഴി നൽകും. 80 ലക്ഷത്തിൽ പരം കുടുംബങ്ങൾക്കാണ് ഇതിന്റെ ഭാഗമായുള്ള സമാശ്വാസം ലഭിക്കുക. ഇരുപത് മാവേലി സ്റ്റോറുകൾ സൂപ്പർ മാർക്കറ്റുകളായും 5 സൂപ്പർ സ്റ്റോറുകളായും ഉയർത്തും. GPS സംവിധാനവും കേന്ദ്രീകൃത മോണിറ്ററിംഗും ഏർപ്പെടുത്തും. പ്രതിരോധ പാർക്ക് പാലക്കാട് 131 കോടി രൂപ. ഇതടക്കം 9 വ്യവസായ പദ്ധതികളുടെ ഉദ്ഘാടനം മാർച്ച് 31 മുൻപ് നടത്തും. മലബാർ കോഫിയുടെ നിർമ്മാണത്തിനുള്ള SPVക്ക് രൂപം നൽകും. അതിന്റെ അടിസ്ഥാനത്തിൽ മലബാർ കോഫി പൗഡർ വിപണിയിലിറക്കും. നമ്മുടെ സംസ്ഥാനത്ത് അവയവദാന ശസ്ത്രക്രിയ കഴിഞ്ഞവര്, അവയവ മാറ്റം അതിന്റെ ഭാഗമായി നടന്നവര് നിരവധി പേരുണ്ട്. അവർക്ക് സ്ഥിരമായി കഴിക്കേണ്ട മരുന്നിന് വലിയ വിലയാണ്. 250 രൂപ മാർക്കറ്റ് വില വരുന്ന 5 ഇനം മരുന്നുകളുണ്ട്. ഇതിൻ്റെയെല്ലാം ഗുണമേന്മ ഉറപ്പാക്കി 1/5 വിലക്ക് KSDPയിൽ ഉൽപാദനം ആരംഭിക്കും. വെർച്വൽ കയർമേള ഫെബ്രുവരിയിൽ നടത്തും. കോവിഡിന് ശേഷം രാജ്യത്ത് നടക്കുന്ന അപൂർവം വാണിജ്യമേളകളിൽ ഒന്നായിരിക്കും ഇത്. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ വെള്ളൂർ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറി, ആ ഫാക്ടറിയുമായുള്ള ബാധ്യത തീർത്ത്, ആ ഫാക്ടറിക്ക് ക്രെഡിറ്റേഴ്സുമായുള്ള ബാധ്യതയുണ്ട്, ആ ക്രെഡിറ്റേഴ്സുമായുള്ള ബാധ്യത തീർത്ത് 146 കോടി രൂപ മുടക്കി
കേരള സർക്കാർ ഏറ്റെടുക്കും. ടൂറിസം വകുപ്പ് കോവിഡാനന്തര കാലത്തെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള മാർക്കറ്റിംഗിലാണ് ഇപ്പോൾ ഊന്നുന്നത്. 310 കോടി രൂപ ചെലവ് വരുന്ന 27 ടൂറിസം വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. വൻകിട പദ്ധതികൾ ശ്രദ്ധേയമായ പുരോഗതി ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഗെയിൽ പൈപ്പ് ലൈൻ, കൊച്ചി മംഗലാപുരം റീച്ച് ജനുവരി മാസത്തിലും കൊച്ചി പാലക്കാട് റീച്ച് ഫെബ്രുവരി മാസത്തിലും പൂർണ്ണ നിലയിലാകുന്നു. ഇതുപോലെ തന്നെയാണ് റായ്പൂർ പുഗലൂർ മാടക്കത്തറ ലൈനിന്റെ കാര്യം. ജനുവരിയിൽ ഈ പദ്ധതിയുടെയും ഉദ്ഘാടനം നടക്കും. കെ-ഫോൺ പദ്ധതിയുടെ പൂർത്തീകരണം ഡിജിറ്റൽ കേരള എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് ഒരു നിർണായക കാൽവെപ്പായിരിക്കും. ഇതിന്റെ ഭാഗമായുള്ള സംസ്ഥാനതല കൺട്രോൾ റൂം, 14 ജില്ലാതല കേന്ദ്രങ്ങൾ, തെരഞ്ഞെടുക്കപ്പെട്ട ഓഫീസുകളുടെ നെറ്റ്വർക്കിംഗ്, ഇവയെല്ലാം അടങ്ങുന്ന 1ാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം ഫെബ്രുവരിയിൽ നടക്കും. BPL കുടുംബങ്ങളിലേക്കും 30,000 സർക്കാർ ഓഫീസുകളിലേക്കും കെ-ഫോൺ ഏതാനും മാസങ്ങൾക്കുള്ളിൽ എത്തിക്കാൻ ഇതിലൂടെ കഴിയും. ദേശീയ ജലപാതയുടെ കോവളം മുതൽ ചാവക്കാട് വരെയുള്ള റീച്ചിന്റെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഫെബ്രുവരിയിൽ നടക്കും. കൊച്ചി വാട്ടർ മെട്രോയുടെ ഉദ്ഘാടനവും ഫെബ്രുവരിയിൽ നടക്കും. എറണാകുളം ബൈപ്പാസിന് 182 കോടി രൂപ ചെലവഴിച്ചുള്ള കുണ്ടന്നൂർ വൈറ്റില മേൽപ്പാലങ്ങൾ തുറന്നുകൊടുക്കും. 4 പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിന് ശേഷം 387 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ആലപ്പുഴ ബൈപ്പാസ് തുറന്നുകൊടുക്കും. കാഞ്ഞങ്ങാട് റെയിൽവേ മേൽപ്പാലത്തിന്റെയും വട്ടോളി പാലത്തിന്റെയും ഉദ്ഘാടനം നിർവഹിക്കും. അകത്തേത്തറ, ചിറയൻകീഴ്, മാളിയേക്കൽ, ഗുരുവായൂർ, ചിറങ്ങര, ഇരവിപുരം, വാടാനക്കുറിശി, താനൂർ തെയ്യാല, ചേലാരി ചെട്ടിപ്പടി, കൊടുവള്ളി എന്നിങ്ങനെ 252 കോടി രൂപ ചെലവ് വരുന്ന 10 റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം ആരംഭിക്കും. 569 കോടി രൂപ ചെലവ് വരുന്ന 17 പ്രധാന റോഡുകൾ ഉദ്ഘാടനം ചെയ്യും. റീബിൽഡ് കേരളയുടെ ഭാഗമായി 1613 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന 14 റോഡുകളുടെ പണി തുടങ്ങും. ഉയർന്ന നിലവാരത്തിൽ നവീകരണം നടത്തിയ 18 റോഡുകൾ ഉദ്ഘാടനം ചെയ്യും. ആലപ്പുഴ KSRTC ഗാരേജിന്റെ പണികൾ ആരംഭിക്കുന്നതോടൊപ്പം 145 കോടി രൂപ അടങ്കലുള്ള ആലപ്പുഴ മൊബിലിറ്റി ഹബിന്റെ ശിലാസ്ഥാപനവും ഈ കാലയളവിൽ നടത്തും. 75 പുതിയ കറ്റാമരൻ പാസഞ്ചർ ബോട്ടുകൾ ജനുവരിയിൽ നീറ്റിലിറക്കും. 3 വാട്ടർ ടാക്സികളും സോളാർ വൈദ്യുത ബോട്ടുകളും സർവീസ് ആരംഭിക്കും. KSRTCയുടെ അനുബന്ധ കോർപ്പറേഷനായി
KSRTC സ്വിഫ്റ്റ് നിലവിൽ വരും. ഈ സംവിധാനത്തിന്റെ കീഴിലാണ് കിഫ്ബി മുഖാന്തരം വാങ്ങുന്ന ആധുനിക ബസ്സുകൾ സർവീസ് നടത്തുക. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുടെ ഗേറ്റ് കോംപ്ലക്സ് ഉദ്ഘാടനം നടക്കും. ടെക്നോസിറ്റിയിൽ 1,00,000 ചതുരശ്രടി വിസ്തീർണമുള്ള കെട്ടിടം പൂർത്തിയാകും. ഇന്റഗ്രേറ്റഡ് സ്റ്റാർട്ടപ്പ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്യും. വൈദ്യുതി വാഹനങ്ങൾക്കുള്ള ചാർജിംഗ് സ്റ്റേഷനുകൾ 6 കോർപ്പറേഷൻ പരിധിയിലും ആരംഭിക്കും. 496 കോടി രൂപയുടെ 46 വിവിധ കൃഷി പദ്ധതികൾ മാർച്ച് 31-നകം തുടങ്ങും. 1.5 ലക്ഷത്തിലേറെ പട്ടയങ്ങൾ ഇതിനകം വിതരണം ചെയ്തു കഴിഞ്ഞു. 10,000 പട്ടയങ്ങൾ കൂടി ഈ 100 ദിവസത്തിനുള്ളിൽ വിതരണം ചെയ്യും. 16 വില്ലേജ് ഓഫീസുകൾ കൂടി സ്മാർട്ടാക്കും. കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 18 നിന്ന് 10-ൽ താഴെയായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന്റെയും മറ്റും പശ്ചാത്തലത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളും ചികിത്സാ സൗകര്യവും കൂടുതൽ ജാഗ്രതയോടെ ഏകോപിപ്പിക്കും. കോവിഡ് ചികിത്സ സൗജന്യമായി നൽകുന്ന സംസ്ഥാനമാണ് കേരളം. ഇതിന്റെ തുടർച്ചയായ നിലയിൽ കോവിഡ് വാക്സിൻ കേരളത്തിൽ എല്ലാവർക്കും സൗജന്യമായി നൽകും. പുതുതായി 49 പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തും. 32 കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ കമ്മ്യൂണിറ്റി പബ്ലിക് ഹെൽത്ത് സെന്ററുകളുടെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കും. 53 ജനറൽ, ജില്ലാ, താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രികളിൽ ഡയാലിസിസ്, പുതിയ OP ബ്ലോക്ക് തുടങ്ങിയ കൂടുതൽ ചികിത്സാ സൗകര്യങ്ങളും പരിശോധനാ സൗകര്യങ്ങളും രോഗീ സൗഹൃദ സംവിധാനങ്ങളും നിലവിൽ വരും. 25 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച 50 സ്കൂളുകളുടെയും 3 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച 30 സ്കൂളുകളുടെയും അടക്കം 80 പുതിയ ആധുനിക സ്കൂൾ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം നടത്തും. 25 കോടി രൂപ ചെലവിലല്ല, 5 കോടി രൂപ ചെലവിൽ. 5 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച 50 സ്കൂളുകൾ, 3 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച 30 സ്കൂളുകൾ. 3 കോടി രൂപയും 1 കോടി രൂപയും മുതൽ മുടക്കി നിർമ്മിക്കുന്ന 300 പുതിയ സ്കൂൾ കെട്ടിടങ്ങൾക്ക് തറക്കല്ലിടും. ഉന്നത വിദ്യാഭ്യാസത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന നടപടികളുണ്ടാവും. പൊതുവിദ്യാഭ്യാസ രംഗമാണ് ഇക്കഴിഞ്ഞ ഘട്ടത്തിൽ നാം കൂടുതൽ ശ്രദ്ധിച്ചത്. ഉന്നത വിദ്യാഭ്യാസ മേഖല കാലാനുസൃതമാകേണ്ടതായിട്ടുണ്ട്. എയ്ഡഡ് കോളേജുകളിൽ 721 തസ്തികകൾ സൃഷ്ടിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കും. മഹാരാജാസ് യൂണിവേഴ്സിറ്റി കോളേജ്, കേരളവർമ്മ കോളേജ് തുടങ്ങി 13 കോളേജുകളിലും MG യൂണിവേഴ്സിറ്റി ക്യാമ്പസിലുമായി കിഫ്ബി വഴിയുള്ള 205 കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കം കുറിക്കും. APJ അബ്ദുൽ കലാം സർവകലാശാല ക്യാമ്പസിനുള്ള സ്ഥലമെടുപ്പ് പൂർത്തിയാക്കി ശിലാസ്ഥാപനം നടത്തും. കൊല്ലം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയം, VT ഭട്ടതിരിപ്പാട് സ്മാരക സമുച്ചയത്തിന്റെ ആദ്യഘട്ടം ഇവയുടെ നിർമ്മാണം ആരംഭിക്കും. കാസർഗോഡ് സുബ്രഹ്മണ്യം തിരുമുൻപ് സാംസ്കാരിക സമുച്ചയത്തിന്റെ 1ാം ഘട്ട നിർമ്മാണം 2021
ഫെബ്രുവരിയിൽ പൂർത്തിയാക്കും. ഗോവിന്ദപ്പൈ സ്മാരകം, കൊല്ലം ബസവേശ്വര സ്മാരകം ഇവയടക്കം 9 സാംസ്കാരിക കേന്ദ്രങ്ങൾ ഉദ്ഘാടനം ചെയ്യും. പുരാവസ്തു വകുപ്പിന്റെ നേതൃത്വത്തിൽ പെരളശ്ശേരി AKG മ്യൂസിയം, ചന്തപ്പുരയിലെ തെയ്യം മ്യൂസിയം, രാജാ രവിവർമ്മ ആർട്ട് ഗാലറി കെട്ടിടം ഇവയുടെ ശിലാസ്ഥാപനം നടക്കും. 185 കോടി രൂപ മുതൽ മുടക്കിൽ 9 പുതിയ സ്റ്റേഡിയങ്ങൾക്ക് ശിലാസ്ഥാപനം നടത്തും. 182 കോടി രൂപയുടെ അമൃത് സ്കീമിൽപ്പെട്ട 24 പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യപ്പെടും. 189 കോടി രൂപയുടെ ചെലവ് വരുന്ന മറ്റ് 37 നഗരവികസന പദ്ധതികൾക്കും തുടക്കമാവും. 100 കേന്ദ്രങ്ങളിൽ ടേക്ക് എ ബ്രേക്ക് വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ നിർമ്മാണം ആരംഭിക്കുകയോ നിലവിൽ വരികയോ ചെയ്യും. 250 പഞ്ചായത്തുകൾ കൂടി ശുചിത്വ പദവിയിലേക്ക് ഉയരുന്നതോടെ 80% ഗ്രാമപ്രദേശവും ശുചിത്വ മാനദണ്ഡങ്ങളിലേക്ക് എത്തിച്ചേരും. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ തിരുവനന്തപുരം, കൊച്ചി നഗരസഭകളിലായി 190 കോടി രൂപയുടെ പദ്ധതികൾ പൂർത്തീകരിക്കും. മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് നവീകരണ പരിപാടിയിൽപ്പെടുന്ന 1620 പ്രവൃത്തികൾ 3598 കിലോമീറ്റർ ജനുവരി 31 പൂർത്തിയാകും. രണ്ടാം ഘട്ടത്തിൽപ്പെട്ട 1627 പ്രവൃത്തികൾ 3785 കിലോമീറ്റർ ഫെബ്രുവരി 28 പൂർത്തിയാകും. മൂന്നാം ഘട്ടത്തിൽ ഉൾപ്പെട്ട 1625 പ്രവൃത്തികൾ 4421 കിലോമീറ്റർ മാർച്ച് 31 പൂർത്തിയാക്കും. ലൈഫ് പദ്ധതി പ്രകാരം പുതിയ 15,000 വീടുകൾ കൂടി മാർച്ച് 31 പൂർത്തീകരിക്കും. 35,000 ഭവനങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്യും. ഭൂമിയും വീടും ഇല്ലാത്തവർക്ക് വീട് വെക്കുന്നതിനായി 101 ഭവന സമുച്ചയങ്ങളാണ് ലൈഫ് മിഷന്റെ മൂന്നാം ഘട്ടത്തിൽ ഏറ്റെടുക്കുന്നത്. ഇതിൽ 5 ഭവന സമുച്ചയങ്ങളുടെ നിർമ്മാണം മാർച്ച് 31 മുൻപ് പൂർത്തീകരിക്കും. കഴിഞ്ഞ 4 വർഷത്തിനിടെ 41,578 കിലോമീറ്റർ നീർച്ചാലുകൾ, 390 കിലോമീറ്റർ പുഴ വീണ്ടെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. മാർച്ച് 31 മുൻപായി ഇത് 50,000 കിലോമീറ്ററായി വർദ്ധിക്കും. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പരിപാടിയിൽ മാർച്ച് 31 8 ലക്ഷം തൊഴിൽ ദിനങ്ങൾ കൂടി സൃഷ്ടിക്കും. KSFയുമായി സഹകരിച്ച് കുടുംബശ്രീ നടപ്പിലാക്കുന്ന ലാപ്ടോപ്പ് വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനം ഫെബ്രുവരിയിൽ നടക്കും. ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് ഇനിയും രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അവസരമുണ്ടാകും. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 500 കയർ ആൻഡ് ക്രാഫ്റ്റ് സ്റ്റാളുകൾ ഉദ്ഘാടനം ചെയ്യും. 6 പ്രധാന കിഫ്ബി ജലവിതരണ പദ്ധതികൾ രണ്ടാം 100 ദിന പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്യും. തോട്ടം തൊഴിലാളികൾക്കുള്ള പ്രത്യേക ഭവന പദ്ധതിയിൽ വയനാട്ടിലെ തോട്ടം തൊഴിലാളികളുടെ വീടുകളുടെ ശിലാസ്ഥാപനവും കുളത്തുപുഴ പ്ലാന്റേഷൻ തൊഴിലാളികളുടെ വീടുകളുടെ താക്കോൽ ദാനവും നടത്തും. മുതിർന്ന പൗരന്മാർക്കുള്ള നവജീവൻ തൊഴിൽ പദ്ധതിക്കും തുടക്കം കുറിക്കും. അതുമായി ബന്ധപ്പെട്ട ക്യാബിനറ്റ് തീരുമാനം ഇന്നെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. മേനംകുളത്ത്
സ്ത്രീ തൊഴിലാളികൾക്കായുള്ള അപ്പാർട്ട്മെന്റിന്റെ ശിലാസ്ഥാപനം നടത്തും. ചെല്ലാനം, താനൂർ, വെള്ളിയിൽ എന്നീ മത്സ്യബന്ധന തുറമുഖങ്ങളുടെ കമ്മീഷനിംഗ് നടക്കും. ചെത്തി മത്സ്യബന്ധന തുറമുഖ നിർമ്മാണത്തിന് തറക്കല്ലിടും. തലായി മത്സ്യബന്ധന തുറമുഖത്തോടനുബന്ധിച്ചുള്ള തീരസംരക്ഷണം, നീണ്ടകര തുറമുഖത്തിൽ ഡ്രഡ്ജിംഗ്, തങ്കശ്ശേരി മത്സ്യബന്ധന തുറമുഖ നവീകരണം ഇവയെല്ലാം ഈ സമയത്ത് നിർമ്മാണോദ്ഘാടനം നിർവഹിക്കും. 60 കോടി രൂപ മുതൽമുടക്കിൽ 9 തീരദേശ ജില്ലകളിൽ പൂർത്തിയാകുന്ന 87 തീരദേശ റോഡുകൾ ഉദ്ഘാടനം ചെയ്യും. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കുള്ള പുനർഗേഹം പദ്ധതിയിൽ കാരോട്, ഭീമാപ്പള്ളി, വലിയതുറ, കൊല്ലം, QSS കോളനി, പൊന്നാനി ഫ്ലാറ്റ്, ആലപ്പുഴ പുറക്കാട്, കോഴിക്കോട് വെസ്റ്റ് ഇവിടങ്ങളിൽ 774 കുടുംബങ്ങൾക്കുള്ള ഫ്ലാറ്റുകൾ, വീടുകൾ ഉദ്ഘാടനം ചെയ്യും. അപേക്ഷ നൽകിയിട്ടുള്ള മറ്റുള്ളവർക്ക് വീടും സ്ഥലവും വാങ്ങുന്നതിന് 200 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. മത്സ്യബന്ധന യാനങ്ങളുടെയും എഞ്ചിനുകളുടെയും ഇൻഷുറൻസ് പദ്ധതിക്ക് തുടക്കം കുറിക്കും. 2 മറൈൻ ആംബുലൻസുകൾ പ്രവർത്തനക്ഷമമാക്കും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി 3000 പഠനമുറികൾ പൂർത്തിയാക്കും. 1620 പേർക്ക് ഭൂമി വാങ്ങുന്നതിനായി ധനസഹായം നൽകും. 2000 പേർക്ക് പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ വഴി സ്വയം തൊഴിൽ വായ്പ നൽകും. 3500 പേർക്ക് വനാവകാശ രേഖയും 2500 പേർക്ക് നിക്ഷിപ്ത വനഭൂമിയിലേക്കുള്ള അവകാശവും 300 പേർക്ക് ലാൻഡ് ബാങ്ക് പദ്ധതി പ്രകാരവും കൃഷിഭൂമി ലഭ്യമാക്കും. 4800 പട്ടികവർഗ വീടുകൾ കൂടി ഈ ഘട്ടത്തിൽ പൂർത്തീകരിക്കും. തിരിച്ചെത്തിയ പ്രവാസികൾക്കുള്ള ക്ഷേമ പദ്ധതികൾക്കായുള്ള നിർദ്ദേശം സർക്കാർ ക്ഷണിച്ചിരുന്നു. ഇതിൽ നടപ്പാക്കാനാകുന്ന പ്രോജക്റ്റുകൾ ജനുവരിയിൽ പ്രഖ്യാപിക്കും. തിരുവനന്തപുരം സൈബർ ഡോം കെട്ടിടം, ക്രൈംബ്രാഞ്ച് കോംപ്ലക്സ്, 3ാം ഡിസ്ട്രിക്ട് ട്രെയിനിംഗ് സെന്റർ, വിവിധ ജില്ലകളിലെ ഡിസ്ട്രിക്ട് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ, ആലുവ പോലീസ് സ്റ്റേഷൻ കെട്ടിടം, കൊച്ചിയിലെ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ ഇവയുടെയെല്ലാം ഉദ്ഘാടനം നടത്തും. സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഇന്റഗ്രേറ്റഡ് വിമൻ സെക്യൂരിറ്റി ആപ്പ് പുറത്തിറക്കും. തനിച്ച് താമസിക്കുന്ന മുതിർന്ന പൗരന്മാർക്കുള്ള വി കെയർ പദ്ധതി പുനരാരംഭിക്കും. പദ്ധതികളുടെ പൂർണ്ണമായ വിവരങ്ങൾ സമയപരിമിതി മൂലം ഇവിടെ പരാമർശിക്കുന്നില്ല. അത് പിന്നീട് വിശദമായി തന്നെ നിങ്ങളെ അറിയിക്കാം. ഇന്ന് രാവിലെ മന്ത്രിസഭാ യോഗമുണ്ടായിരുന്നു. ദേശീയ തലത്തിൽ കാർഷിക രംഗവും കർഷക സമൂഹവും ഗുരുതരമായ പ്രശ്നങ്ങൾ നേരിടുകയാണ്. ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ കേരളം മറ്റ് സംസ്ഥാനങ്ങളെ ഗണ്യമായി ആശ്രയിക്കുന്ന സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഇതര ഭാഗങ്ങളിൽ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിന് വളരെയധികം ഉത്കണ്ഠയുണ്ടാക്കുന്നതാണ്. സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പൊതുവായ പൊതു താൽപ്പര്യമുള്ള വിഷയമായതിനാൽ ഇക്കാര്യം സംസ്ഥാന നിയമസഭയിൽ ചർച്ച ചെയ്യുന്നത് ഉചിതമായിരിക്കും. കർഷക സമൂഹത്തിൻ്റെ പ്രതിഷേധം തുടരുന്ന നിലക്ക് ഇതൊരു അടിയന്തര പ്രശ്നമായി തന്നെ കണക്കാക്കുകയും ഇത് കാരണം
നമ്മുടെ സംസ്ഥാനം നേരിടാവുന്ന പ്രശ്നങ്ങൾ വിശദമായി ചർച്ച ചെയ്ത് അഭിപ്രായ രൂപീകരണം നടത്തേണ്ടതും അനിവാര്യമാണ്. 2020 ഡിസംബർ 21 ചേർന്ന മന്ത്രിസഭാ യോഗം അതീവ അടിയന്തര പ്രാധാന്യമുള്ള ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് ഡിസംബർ 23 നിയമസഭ വിളിച്ചു ചേർക്കാൻ ബഹുമാനപ്പെട്ട ഗവർണറോട് ശുപാർശ ചെയ്തിരുന്നു. ബഹുമാനപ്പെട്ട ഗവർണർ ഈ ശുപാർശ അംഗീകരിച്ചില്ല. കാർഷിക രംഗവും കർഷക സമൂഹവും നേരിടുന്ന ആശങ്കകളും പ്രശ്നങ്ങളും ഇപ്പോഴും ഗൗരവമായി തുടരുന്നതിനാൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനായി 14ാം കേരള നിയമസഭയുടെ 21ാം സമ്മേളനം 2020 ഡിസംബർ 31 വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. സംസ്ഥാനത്തെ മുഴുവൻ തെരുവ് വിളക്കുകളും LED ആക്കി മാറ്റുന്ന പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 3 മാസം കൊണ്ട് ഇത് പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. തെരുവുകൾക്ക് നല്ല പ്രകാശം കിട്ടുമെന്നതാണ് ഈ പദ്ധതിയുടെ സവിശേഷത. തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ വൈദ്യുതി ബിൽ 50% കുറയും. കാരണം LED ബൾബുകൾക്ക് കുറഞ്ഞ ഊർജമേ ആവശ്യമുള്ളൂ. പരിസ്ഥിതിക്കും ഇത് ഗുണം ചെയ്യും. പരിപാലന ചെലവ് കുറവായിരിക്കും. മറ്റ് ബൾബുകളേക്കാൾ കൂടുതൽ കാലം LED ബൾബുകൾ നിലനിൽക്കും. മുഖ്യമന്ത്രിയുടെ 12 പരിപാടിയിൽ പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണിത്. 296 കോടി രൂപയാണ് ഇതിന് ചെലവ് വരുന്നത്. കിഫ്ബിയിൽ നിന്നാണ് ഇതിനുള്ള പണം കണ്ടെത്തുക. തദ്ദേശ സ്ഥാപനങ്ങളുടെ വലുപ്പവും ആവശ്യവുമനുസരിച്ച് ലഭ്യമായ 5 പാക്കേജുകളിൽ ഒന്നോ അതിലധികമോ പാക്കേജുകൾ തിരഞ്ഞെടുക്കാം. 18, 35, 70, 110 വാറ്റുകളിലുള്ള ബൾബുകളാണ് KSEB വഴി ലഭ്യമാക്കുക. കേന്ദ്ര ഊർജ്ജ മന്ത്രാലയത്തിന് കീഴിലുള്ള സംയുക്ത സംരംഭമായ EESL വഴിയാണ് KSEB ബൾബുകൾ വാങ്ങുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ ആവശ്യപ്രകാരം KSEB ബൾബുകൾ വാങ്ങി സ്ഥാപിച്ചു കൊടുക്കും. ഇതിന്റെ പരിപാലനം തദ്ദേശ സ്ഥാപനങ്ങളുടെ ചുമതലയാണ്. വർഷം തോറും തദ്ദേശ സ്ഥാപനങ്ങൾ KSEBക്ക് വരിസംഖ്യ അടക്കേണ്ടതുണ്ട്. ആദ്യഘട്ടത്തിൽ ഫെബ്രുവരിയോടെ 2 ലക്ഷം ബൾബുകൾ സ്ഥാപിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ജനുവരി 1 മുതൽ തന്നെ ബൾബുകൾ മാറ്റി തുടങ്ങും. അടുത്ത 3 മാസത്തിനകം 8.5 ലക്ഷം ബൾബുകൾ കൂടി മാറ്റി സ്ഥാപിക്കും. അതോടെ സംസ്ഥാനത്താകെ തെരുവുകളിൽ കൂടുതൽ പ്രകാശം പരത്തുന്ന LED ബൾബുകളായിരിക്കും. രാത്രിയിൽ പുറത്തിറങ്ങുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇത് പ്രയോജനകരമാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. മറ്റ് തീരുമാനങ്ങൾ, മന്ത്രിസഭാ യോഗത്തിന്റെ മറ്റ് തീരുമാനങ്ങൾ പത്രക്കുറിപ്പായി നൽകും. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരുന്നതിന്റെ ചില പ്രവണതകൾ കാണിക്കുന്നുണ്ട്. ആക്റ്റീവ് രോഗികളുടെ എണ്ണം കഴിഞ്ഞ ഞായറാഴ്ച ഡിസംബർ 13 59,438 എന്നുള്ളത് ഈ ഞായറാഴ്ച 61,604 ഉയർന്നിട്ടുണ്ട്. രോഗികളുടെ എണ്ണം കൂടുതൽ വർദ്ധിച്ചത് ആദ്യം ഇലക്ഷൻ നടന്ന സ്ഥലങ്ങളിലാണ്. അവസാനം തെരഞ്ഞെടുപ്പ് നടന്ന മലപ്പുറം, കാസർഗോഡ്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ സ്ഥിതി നോക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ചയിലേതിനേക്കാൾ കുറവാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചെറിയ തോതിലെങ്കിലും രോഗപ്രസരണം ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ. ക്രിസ്മസ്, ന്യൂ ഇയർ ആഘോഷങ്ങൾക്കായി എല്ലാവരും ഒരുങ്ങുന്ന ഒരു ഘട്ടമാണിത്.
അതുകൊണ്ട് തന്നെ രോഗം പകരാത്ത വിധത്തിൽ ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കി സാമൂഹ്യ അകലം പാലിച്ചു വേണം ഈ ആഘോഷങ്ങളിൽ ഏർപ്പെടാൻ. എല്ലാ കോവിഡ് പ്രോട്ടോക്കോളും പാലിച്ചുകൊണ്ടായിരിക്കണം ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത്. ലോകത്തിനാകെ രക്ഷയുടെയും വിടുതലിൻ്റെയും സന്ദേശമാണ് ക്രിസ്മസ് നൽകുന്നത്. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഈ 2020 ആ സന്ദേശത്തിന് വർദ്ധിച്ച പ്രസക്തിയാണുള്ളത്. ലോകം ഒന്നടങ്കം ഈ മഹാവ്യാധിയിൽ നിന്നുള്ള വിടുതലിനായി കാത്തിരിക്കുകയാണ്. ശാസ്ത്രലോകം തയ്യാറാക്കുന്ന വാക്സിനിലൂടെ മനുഷ്യജീവന് രക്ഷ ഉറപ്പുവരുത്താമെന്ന പ്രത്യാശയിലാണ് ലോക ജനതയാകെ ഈ ഘട്ടത്തിൽ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയോടെയാണ് ഈ പ്രാവശ്യം ക്രിസ്മസ് ആഘോഷിക്കപ്പെടുന്നത്. രക്ഷക ദൗത്യമെന്ന സങ്കല്പത്തിന് ഇത്തവണത്തെ ക്രിസ്മസ് പുതിയ മാനം നൽകുന്നു. പുതുവർഷം ഈ മഹാമാരിയിൽ നിന്നുള്ള വിടുതലിൻ്റേതാകും എന്നാണ് നാം ഏവരും പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ ക്രിസ്മസിൻ്റെ സന്ദേശം 2021 അർത്ഥവത്താകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുകയാണ്. ഇവിടെ ഒരു കാര്യവും കൂടി പറയാം. വിവിധ എയ്ഡഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ 721 പുതിയ അധ്യാപക തസ്തികകളാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുള്ളത്. അത് സൃഷ്ടിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേർ രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത 50-65 പ്രായപരിധിയിലുള്ള മുതിർന്ന പൗരന്മാർക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് നവജീവൻ എന്ന പേരിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അർഹരായവർക്ക് തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിന് സർക്കാർ സബ്സിഡിയോടെ വായ്പ അനുവദിക്കും. മുതിർന്ന പൗരന്മാരുടെ വിജ്ഞാനവും പ്രവൃത്തി പരിചയവും സമൂഹ നന്മയ്ക്ക് പ്രയോജനപ്പെടുത്തുന്നതിനുള്ള ലക്ഷ്യം കൂടി ഈ പദ്ധതിക്കുണ്ട്. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിക്ക് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 38,73,00,000 രൂപ കൂടി അനുവദിക്കാൻ തീരുമാനിച്ചു. നേരത്തെ അനുവദിച്ച 961 കോടി രൂപയ്ക്ക് പുറമെയാണിത്. ഇനിയും കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ സമയം വല്ലാതെ അതിക്രമിച്ചു പോയതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇപ്പൊ ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില പരിപാടികളുണ്ട്, അതിനെക്കുറിച്ച് കൂടി പറയണമെന്ന് ഉദ്ദേശിച്ചതായിരുന്നു. പക്ഷേ സമയം അനുവദിക്കുന്നില്ല. ഇത്രയാണ് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവെക്കാനുള്ളത്. ഈ അടിയന്തര സ്വഭാവം ഇല്ല എന്ന് കണ്ടാണ് ഗവർണർ പ്രത്യേക സഭാ സമ്മേളനത്തിന് അനുമതി നിഷേധിച്ചതെന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതേ ആവശ്യം വീണ്ടും ഉന്നയിക്കുമ്പോൾ രാജ്ഭവൻ അനുമതി നൽകുമെന്ന് കരുതുന്നുണ്ടോ? ഗവർണർ നേരത്തെ അനുമതി നിഷേധിച്ചതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ഞാൻ പ്രതീക്ഷിക്കുന്നത് അനുമതി നൽകുമെന്ന് തന്നെയാണ്. കാരണം മന്ത്രിസഭ എടുത്തൊരു തീരുമാനം സാധാരണഗതിയിൽ ഗവർണർ അംഗീകരിക്കാതിരിക്കില്ല. കാരണം നമ്മുടെ രാജ്യത്തെ പാർലമെന്ററി സമ്പ്രദായം അനുസരിച്ച് ഭൂരിപക്ഷമുള്ള ഒരു ഗവൺമെന്റ് തീരുമാനിക്കുന്ന കാര്യങ്ങൾ അംഗീകരിക്കുക എന്നതാണ് സാധാരണ ഗവർണർ ചെയ്യുക. അപ്പോൾ ഇക്കാര്യത്തിൽ ഈ തീരുമാനം ഗവർണറുടെ അനുമതിക്ക് വേണ്ടി ചെന്നാൽ അത് ലഭിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അറിയിപ്പുണ്ടല്ലോ, അതായത് നിയമസഭാ സമ്മേളനം വിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അത് നിയമപ്രകാരമല്ല. അതായത് അടിയന്തര ആവശ്യം എന്താണെന്ന് രാജ്ഭവനെ ബോധ്യപ്പെടുത്താനായില്ല എന്നാണ് അദ്ദേഹത്തിന്റെ കത്ത് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതിനകത്ത് സർക്കാരിന്റെ വീഴ്ച പറ്റിയിട്ടുണ്ടോ? കാരണം ഈ കാര്യത്തിലൊരു വീഴ്ചയെ പറ്റിയിട്ടില്ല. സർക്കാർ കൃത്യമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ അറിയിച്ചിട്ടുള്ളത്. നിയമസഭയിൽ എന്തൊക്കെ ചർച്ച ചെയ്യുന്നു എന്നുള്ളത് നിയമസഭയുടെ അവകാശത്തിൽപ്പെട്ട കാര്യമാണ്. സിഎം, ഈ ജനുവരി 8 നേരത്തെ ചേരാനിരുന്ന സമ്മേളനമാണല്ലോ, അത് ഉപേക്ഷിച്ചിട്ട് പ്രത്യേക സമ്മേളനം വിളിക്കണം 23-ാം തീയതി എന്നുള്ള ഒരു ശുപാർശ സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നത്. അപ്പൊ ഇപ്പോൾ നിലവിലും അങ്ങനെ തന്നെ ആയിരിക്കുമോ? അതെ, ഒരു 2 സമ്മേളനങ്ങൾ ഒന്നിച്ച് തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. അതിന്റെ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ വേറെ പരിഹരിച്ചോളും. അതിന് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഇന്നലെ തന്ന കത്തിലും പറഞ്ഞിരുന്നത് 15 ദിവസത്തെ മുൻകൂർ നോട്ടീസ് വേണമെന്നാണ്. അപ്പൊ 31-ന് ഈ സമ്മേളനം ചേരുകയാണെങ്കിൽ 8-ാം തീയതിയുള്ള അടുത്ത സമ്മേളനത്തിന് ഈ സമയപരിധി ഗവർണർ വീണ്ടും വിഷയമാക്കാൻ ഉള്ള ഒരു സാധ്യതയില്ലേ? മാത്രമല്ല, സിഎം ഇപ്പോൾ ഒരു നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ
രീതിയിൽ തന്നെയാണ് ഈ സർക്കാരിന്റെ നേട്ടങ്ങളൊക്കെ വിശദീകരിച്ചത്. ഗവർണർക്ക് ഇനി പറയാൻ ബാക്കി എന്തെങ്കിലും കാണുമോ? അതൊരുപാട് കാര്യങ്ങളുണ്ടാവും. അതിനെപ്പറ്റി നിങ്ങൾ ആശങ്കപ്പെടില്ല. ഇതിപ്പോ പറഞ്ഞത് ഈ 100 ദിനത്തിന്റെ പരിപാടിയുടെ ഭാഗമായി നടപ്പാക്കുന്ന കാര്യങ്ങളാണ്. അത് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങൾ. ഈ 100 ദിനം, ആ 100 ദിനം ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അത് പുതിയ നയപ്രഖ്യാപനത്തെ ബാധിക്കുന്ന കാര്യമല്ല. CM ഇന്നലെ ഈ ഗവർണർ നൽകിയ മറുപടി, അങ്ങേക്ക് നൽകിയ മറുപടിയിൽ വിഷയത്തിനപ്പുറമുള്ള ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട്. ഈ പോലീസ് ആക്ട് ഭേദഗതി, ഒപ്പം പഞ്ചായത്ത് രാജ് ആക്ട് ഭേദഗതി അടക്കമുള്ള വിഷയങ്ങളിൽ സർക്കാർ ചില തെറ്റുപറ്റിയെന്ന് തന്നെ അദ്ദേഹം പറയുന്നു. ഗവർണർ ഒരു മോശം പ്രവണത സൃഷ്ടിക്കുന്നു എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? കാരണം മുൻകാലങ്ങളിൽ ഇത്തരത്തിലുള്ള ഇടപെടലുകളോ സർക്കാരുമായുള്ള കത്തിടപാടുകളോ ഒന്നും ഗവർണർ നടത്തിയിരുന്നില്ല. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെതായ ധർമ്മം നിർവഹിക്കുന്നു എന്നാണല്ലോ അത് കത്തിൽ തന്നെ പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ ധർമ്മം എന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതനുസരിച്ചായിരിക്കും അദ്ദേഹം അറിയിക്കുന്നത്. പക്ഷേ ആ അറിയിക്കുന്നത് സാധാരണഗതിയിൽ നമ്മുടെ പാർലമെന്ററി സമ്പ്രദായങ്ങൾക്ക് നിരക്കുന്ന രീതിയിലായില്ല എന്നതാണ് ഞങ്ങൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത്. അതിന് തുറന്നും ശ്രമിക്കുന്ന നിലയാണ് ഉണ്ടാവുക. ഇതിൽ സാധാരണ നിലക്ക് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, ഇപ്പോൾ വാർഡ് വിഭജനം വേണമെന്ന ഖണ്ഡിതമായ അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ നാടിൻ്റെ അന്തരീക്ഷം ആകെ മാറിപ്പോയല്ലോ. ഈ പറഞ്ഞ കോവിഡ് എന്ന മഹാമാരി വന്നപ്പോൾ നാടിൻ്റെ അന്തരീക്ഷം മാറി, പല കാര്യങ്ങളും നമ്മൾ പുതിയ രീതികൾ സ്വീകരിച്ചു. അങ്ങനെ വന്നാൽ പിന്നെ സംഭവിക്കാനിടയുള്ളത് ഈ തെരഞ്ഞെടുപ്പ് തന്നെ വല്ലാതെ നീണ്ടുപോകുമെന്നുള്ളതാണ്. അങ്ങനെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നീണ്ടുപോകുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ വാർഡുകൾ വെച്ചുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് നടത്താമെന്ന് തീരുമാനിക്കുന്ന നില വന്നത്. അതാണ് സംഭവിച്ചത്. അങ്ങനെ ഓരോന്നിനും ഓരോ കാരണങ്ങളുണ്ടാവും. ആ കാരണങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകേണ്ടതായിട്ടില്ലല്ലോ. അപ്പോൾ ഞങ്ങളൊരു നിലപാടെടുക്കുന്നതിന് അതിനിടയാക്കിയ ഒട്ടേറെ വസ്തുതകളും കാരണങ്ങളുമുണ്ട്. അത് ചിലപ്പോൾ അദ്ദേഹം തെറ്റിദ്ധരിച്ചതായിരിക്കും. ഇതിനകത്ത് ഗവർണർ രാഷ്ട്രീയം കളിക്കുന്നു എന്നൊരു ആക്ഷേപം പൊതുവെ വന്നിട്ടുണ്ട്. അപ്പം സർക്കാർ അങ്ങനെ കരുതുന്നുണ്ടോ? ഗവർണർ കേന്ദ്ര സർക്കാരിന്റെ ഏജന്റായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു നിലപാട് സർക്കാരിനുണ്ടോ? അല്ല, ഗവർണറിൽ അർപ്പിതമായ ഉത്തരവാദിത്തത്തിനനുസരിച്ചാണല്ലോ പ്രവർത്തിക്കുക. ഗവർണറിൽ അർപ്പിതമായ ഉത്തരവാദിത്തത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് ഞങ്ങൾ തടസ്സമല്ല. പക്ഷേ അതിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ മന്ത്രിസഭ തീരുമാനം അദ്ദേഹത്തിൻ്റെ അംഗീകാരത്തിന് കൊടുത്താൽ അതിനകത്ത് ഒരു വിവേചന ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യമല്ലത്. സാധാരണഗതിയിൽ അംഗീകാരം കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഗവർണർക്ക് ചെയ്യാനാവൂ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതിനകത്ത് അദ്ദേഹം എന്തിനാണ് ഇപ്പോൾ ഇങ്ങനൊരു യോഗം എന്നൊക്കെ ചോദിച്ചാൽ അത് സാധാരണ സമ്പ്രദായത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നാണ്. അത് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന പാർലമെന്ററി സമ്പ്രദായത്തിൽ നിന്നും വ്യത്യസ്തമായ ഒന്നാണ്. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ നമ്മൾ സമയം വല്ലാതെയായിപ്പോയി. അങ്ങനെ സമയം എടുക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിർത്താം. പിന്നൊരു അവസരത്തിൽ കൂടുതൽ ചോദ്യങ്ങളിലേക്ക് കടക്കാം.